ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ ഒരു അപ്ഡേറ്റ് എല്ലാം ശരിയായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ റവന്യൂ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് യൂട്യൂബ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്? ഇത് നമുക്കിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പഴയ എല്ലാ വീഡിയോസിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ പഴയ വീഡിയോസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലെല്ലാം ആണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏൺ എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് എല്ലാം വന്നിരിക്കുന്നത് കാണുക. ഈ ഒരു അപ്ഡേറ്റ് ഇത് 12 മെയ് 2025 മുതലാണ് ആക്ടിവേറ്റ് ആവുക. അതായത് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ചേഞ്ചസ് എല്ലാം വരിക 12 മെയ് 2025 അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഇത്തരത്തിൽ 8 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് മിഡ് റോൾ ആഡ്സ് എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ദൈർഘ്യമുള്ള വീഡിയോസിലെല്ലാമാണ് ഇങ്ങനെ മിഡ് റോൾ ആഡ്സ് എല്ലാം കൊടുക്കുന്നത്. ഇത് നമുക്ക് മാനുവലായി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നേരത്തെ നിങ്ങൾ മാനുവലായി എല്ലാം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എവിടെയാണ് മിഡ് റോൾ ആഡ് വരേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്തായി കറക്റ്റെല്ലാം കൊടുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും പല ആളുകളും നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലേസ്മെൻറ്റിലുള്ള പ്രശ്നമെല്ലാമാണ്. അതായത് നമ്മൾ ഈ ഒരു മിഡ് റോൾ ആഡ് ഇത് കറക്റ്റായി ഇപ്പോൾ നമ്മൾ കറക്റ്റായി ഇത് പ്ലേസ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റായി ഇത് വയ്ക്കുന്നില്ല എങ്കിൽ, ഉദാഹരണമായി നിങ്ങൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എല്ലാം പറയുന്നതിന് ഇടയിലായെല്ലാമാണ് നിങ്ങളുടെ ഈ ഒരു മിഡ് റോൾ ആഡ്സ് എല്ലാം വരുന്നത് എന്ന് കരുതുക. അതിനാൽ തന്നെ നിങ്ങളുടെ വ്യൂവർക്ക് ഇത് വളരെയധികം ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടാക്കും. അപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണാതെ മറ്റു വീഡിയോകളിലേക്കെല്ലാം പോകാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഇതുപോലെ മാനുവലായി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിലും ഓട്ടോമാറ്റിക്കായി നമുക്ക് കറക്റ്റായ ഒരു സ്പേസിലെല്ലാം, അതായത് എവിടെയാണോ റിലവൻ്റായി നമുക്ക് ആഡ്സ് എല്ലാം വരേണ്ടത് അവിടെ കറക്റ്റായി ഓട്ടോമാറ്റിക്കായി പ്ലേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എല്ലാമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ ഈ മാനേജ് എന്നതിൽ ടാപ്പ് ചെയ്യുക എന്നതാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ടേൺ ഓൺ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ഇൻ അഡീഷൻ ടു യുവർ മാനുവൽ ആഡ് സ്ലോട്ട്സ് എന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് റെക്കമെൻഡഡ് എന്നെല്ലാം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ മാനുവലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ മിസ്പ്ലേസ്ഡ് ആയ അല്ലെങ്കിൽ ഇൻകറക്റ്റായി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ആഡ്സ് എല്ലാം തന്നെ കറക്റ്റായ പ്ലേസിലേക്ക് AI യൂസ് ചെയ്തെല്ലാം തന്നെ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുകയും അതിനാൽ തന്നെ ആളുകൾ നിങ്ങളുടെ വീഡിയോസ് കൂടുതലായി കാണാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ നമുക്കിവിടെ ആദ്യത്തെ ഓപ്ഷനായ ഈ റെക്കമെൻഡഡ് എന്ന് നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ചേഞ്ചസ് എല്ലാം അപ്ലൈ ആയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ചേഞ്ചസ് വന്നുവെങ്കിലും ഇപ്പോൾ മുതൽ ഈ ഒരു ചേഞ്ചസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതായത് 12 മെയ് 2025 കൂടിയാണ് ഈ ചേഞ്ചസ് എല്ലാം നിങ്ങളുടെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിലും, അതായത് ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിലും വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാം ആണെങ്കിലും 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസിലെല്ലാം തന്നെ കറക്റ്റായി AI തന്നെ എവിടെയാണ് നമ്മുടെ ആഡ് എല്ലാം പ്ലേസ് ചെയ്യേണ്ടത് എന്ന്, അതായത് മിഡ് റോൾ ആഡ് എല്ലാം പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി അത് തന്നെ സെലക്ട് ചെയ്യും. അതായത് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യും. അതിനാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ എല്ലാം വർദ്ധിപ്പിക്കാനെല്ലാം ഈ ഒരു കാര്യമെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇനി നിങ്ങൾ പുതിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ഡേറ്റ് എല്ലാം കഴിഞ്ഞാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ പുതിയ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലായി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ ഓട്ടോമാറ്റിക് ഓപ്ഷനും ലഭിക്കും. മാനുവലായി നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തതുപോലെയല്ല, ഇപ്പോൾ മാനുവലായി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലേസിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ഒരു സെൻറ്റൻസിനിടയിലെല്ലാമാണ് അല്ലെങ്കിൽ അത് കറക്റ്റായ ഒരു പ്ലേസിലല്ല നിങ്ങൾ മാനുവലായി സെറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു ഇൻട്രപ്റ്റീവ് ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു മിഡ് റോൾ ആഡ് എല്ലാം കൊടുത്തിരിക്കുന്നത് എന്നെല്ലാം നമുക്കൊരു വാർണിംഗ് മെസ്സേജ് എല്ലാം കാണിക്കും.
അതിനാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭാഗമെല്ലാം മാറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ മാനുവലായി സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സെറ്റിംഗ് ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ കാര്യത്തിലാണ്. അതായത് ഇതുവരെ നമ്മൾ യൂട്യൂബിൽ 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. മോണിറ്റൈസ്ഡ് ആയ ചാനലുകൾക്കെല്ലാം ഇത്തരത്തിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും. എല്ലാ ചാനലുകൾക്കും ഇപ്പോൾ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. 1 ബൈ 1 ആയെല്ലാം, അതായത് ഇപ്പോൾ എൻ്റെ 3 ചാനലിൽ 2 ചാനലിൽ എനിക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഒരു ചാനലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ചാനലിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ കറക്റ്റായി നിങ്ങൾക്ക് ആഡ് എല്ലാം പ്ലേസ് ചെയ്യുന്നതിന് ഉപകരിക്കുന്ന ഒരു സെറ്റിംഗ് ആണ്. ഇത് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്